കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ പുരുലിയിൽ നടന്ന ഒരു റാലിയിൽ മോദി മറ്റെങ്ങും നൽകാത്ത ഒരു ഗ്യാരണ്ടി ബംഗാൾ ജനതയ്ക്ക് നൽകി. അദ്ദേഹം അത് മുൻപ് സൂചിപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു വലിയ അഴിമതി ഈ അടുത്ത സമയത്ത് നടന്നിരുന്നു. 24,000 അധ്യാപകരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടൊരു നിയമനം നടത്തിയിരുന്നു. ആ നിയമനം ഏതായാലും ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പശ്ചിമ ബംഗാൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി, അതായത് അറസ്റ്റ് ചെയ്ത അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ആ വിദ്യാഭ്യാസ മന്ത്രി അടക്കം അകത്തായിരിക്കുന്നൊരു കേസാണ്. ഈ കേസിൽപ്പെട്ട കിടക്കുന്നവരെ അഴിക്കുള്ളിൽ തന്നെ ആക്കും. ഒപ്പം തന്നെ ഇവിടെ പണം നഷ്ടപ്പെട്ടവർക്ക് ജൂൺ 4-ന് ശേഷം താൻ ആ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച പണം അവർക്ക് തന്നെ നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനോടൊപ്പം ഈ ബംഗാളിൻ്റെ കഥയും പറഞ്ഞു. പക്ഷേ ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ അദ്ദേഹം പറഞ്ഞത് ഈ പണം നഷ്ടപ്പെട്ട 23 ലക്ഷം പേരാണ് ഈ അധ്യാപക ടെസ്റ്റിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയിരുന്നത്. അതിൽ 24,000-ഓളം പേരിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്തുകയായിരുന്നു. അവരുടെ നിയമനം ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നു. ആ പണം നഷ്ടപ്പെട്ടവരുണ്ട്. അനവധി പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് ജോലി കൊടുക്കാതിരുന്നുണ്ട്. അത് വലിയൊരു സ്കാം, അത് വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. കോടികൾ തന്നെയാണ് അഴിമതി നടത്തി. പാവപ്പെട്ട ഒരുപാട് പേരുടെ നിന്ന് ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി അവർക്ക് ജോലി നൽകിയില്ല. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അതായത് PSC വഴി നടത്തേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തേണ്ട ഒരു കാര്യത്തിൽ ആൾക്കാരെ പിൻവാതിലൂടെ തിരികെ കയറ്റുമായിരുന്നു. എന്നാൽ ഒരുപാട് പേരുടെ നിന്ന് പണം വാങ്ങുകയും ചെയ്തു. അങ്ങനെ തട്ടിപ്പിനിരയായ ലക്ഷക്കണക്കിന് പേരുള്ള ബംഗാളിലാണ് അദ്ദേഹം പറഞ്ഞത് പണം ആരുടെയും നഷ്ടമാകില്ല. താൻ അധികാരത്തിലേറിയാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ നൽകുമെന്നാണ്. ഏതായാലും 15 ലക്ഷം മോദി നൽകും എന്നൊക്കെ തള്ളിമറിക്കുന്നവർ അതിൻ്റെ അവിടെയും ഇവിടെയും കട്ട് ചെയ്ത് പ്രചരിപ്പിക്കരുത്. അദ്ദേഹം പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ ഈ ടീച്ചേഴ്സ്, അധ്യാപകരുടെ ഈ തൊഴിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ നടക്കുകയാണ്. മന്ത്രി ഉൾപ്പെടെ അകത്താണ്. ആ കേസിൽ പണം നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ പണവും തിരികെ നൽകുമെന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ സഹകരണ മേഖലയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.